ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകൃച്ഛാമത്താം ധർമ്മസമൂഢചേതക ശ്രേയസ്യാനിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേ അഹം ഛാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. കഴിഞ്ഞ ദിവസം ഉത്തരഗീതയിലെ 1-ാം അധ്യായം 45 ശ്ലോകം വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇന്ന് 50-ാമത്തെ ശ്ലോകം വരെ 46 തൊട്ട് 50 വരെയുള്ള ശ്ലോകങ്ങളാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അർജുനൗ വാച ബ്രഹ്മാണ്ഡം വ്യാപിതം വ്യോമ വ്യോംനാം ച വേഷ്ടിതം ജഗൽ അന്തർബഹിശ്ച തദ്യോമ കഥം ദേവോ നിരഞ്ജന. ശ്രീ ഭഗവാനുവാച ആകാശോഹ്യ ആകാശശ്ച ആകാശം വ്യാപിതം ചയൽ ആകാശസ്യ ഗുണശബ്ദോ നിശബ്ദം ബ്രഹ്മചോച്യത്തെ. അർജുനൗ വാച ദന്തോഷു താലു ജിഹ്വാനാം ആസ്പദം യത്ര ദൃശ്യത്തെ അക്ഷരത്വം കുതസ്തേഷാം ക്ഷരത്വം വർത്തതേ സദാ. ശ്രീ ഭഗവാനുവാച ആഘോഷമവ്യഞ്ജനം അസുരം അസുരം ചാപ്യതാലു കണ്ഠോഷു മാനസികം ച അരേകജാതം പരമൂഷ്മവർജിതം തദക്ഷരം ന ക്ഷരതേ കഥഞ്ചിൽ. അർജുനൗ വാച ജ്ഞാത്വാ സർവഗതം ബ്രഹ്മ സർവഭൂതാദിവാസിതം ഇന്ദ്രിയാണാം നിരോധേന കഥം സിദ്ധ്യന്തി യോഗിന. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരിഗോവിന്ദ. അർജുനൻ വീണ്ടും ഭഗവാനോട് ചോദിക്കുകയാണ്, ബ്രഹ്മാണ്ഡ വ്യാപിതം വ്യോമ വ്യോംനാം ച വേഷ്ടിതം ജഗൽ അന്തർബഹിശ്ച തദ്യോമ കഥം ദേവോ നിരഞ്ജന. ആകാശം ബ്രഹ്മാണ്ഡം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ബ്രഹ്മാണ്ഡത്തിൽ ഉൾപ്പെടുന്ന ജഗത്തിലും ആകാശം തന്നെയാണ് വ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ജഗത്തിനെ പൊതിഞ്ഞു നിൽക്കുന്നതും ആകാശമാകുന്നു. അതുകൊണ്ട് ജഗത്തിൻ്റെ അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നത് ആകാശം തന്നെയാണ്. ആകാശം സഗുണമാണല്ലോ, ശബ്ദഗുണത്തോടു കൂടിയതാണല്ലോ. അപ്പോൾ ആകാശത്തിൽ ലയിക്കുന്ന ജീവൻ പിന്നെ എങ്ങനെയാണ് നിർഗുണമായി തീർന്ന് അതിന് സിദ്ധി ലഭിക്കുന്നത് എന്നാണ് അർജുനൻ്റെ ചോദ്യം. അതായത് ആകാശം എന്ന് പറയുന്നത് ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ആകാശം. ബ്രഹ്മാണ്ഡത്തിൽ ഉൾപ്പെടുന്ന ജഗത്ത്, ഈ പ്രത്യക്ഷ ജഗത്തിലും ആകാശം തന്നെയാണ്, അകത്തും പുറത്തുമൊക്കെ ആകാശം തന്നെയാണ് വ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ജഗത്തിനെ പൊതിഞ്ഞു നിൽക്കുന്നതും ആകാശം തന്നെയാണെന്ന് പറയുന്നു. അതുകൊണ്ട് അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നതായ ആകാശം തന്നെയാണ് പ്രത്യക്ഷത്തിൽ. അത് സഗുണമാണ്. അതായത് നമുക്ക് ആകാശം പ്രത്യക്ഷത്തിൽ കാണാം. അതിൻ്റെ ഗുണമാണ് ശബ്ദ ബ്രഹ്മം. അതായത് നാദബ്രഹ്മം ആകാശത്തിൻ്റെ ഗുണമാണ്. അപ്പോൾ പിന്നെ ആകാശത്തിൽ ലയിക്കുന്ന ജീവൻ എങ്ങനെയാണ് നിർഗുണമായി തീർന്ന് അതിന് സിദ്ധിയെ ലഭിക്കുന്നത് എന്നാണ് അർജുനന്റെ ചോദ്യം. ശ്രീ ഭഗവാൻ വാച ആകാശോഹ്യ ആകാശേഹ്യ ആകാശശ്ച ആകാശം വ്യാപിതം ചയൽ ആകാശസ്യ ഗുണശബ്ദോ നിശബ്ദം ബ്രഹ്മചോച്യതേ. ഭഗവാൻ പ്രകാരം പറഞ്ഞു, ആകാശത്തിൽ എന്തിനും നിലനിൽക്കുവാനുള്ള അവകാശമുണ്ട്, ഇടമുണ്ട്. അതുകൊണ്ട് ആകാശത്തിൽ ജഗത്ത് നിലകൊള്ളുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. എന്നാൽ ആകാശം എങ്ങും വ്യാപിച്ചു നിൽക്കുകയാണ്. അതകത്തും പുറത്തും എല്ലായിടത്തുമുണ്ട്. എല്ലാ വസ്തുക്കളുടെ അകത്തുമുണ്ട്, പുറത്തുമുണ്ട്. ഭൂമി പോലും ആകാശത്തിലാണ്. അത് ജഗത്തിനുള്ളിലും പുറത്തും വ്യാപിച്ചിരിക്കുന്നു. ആകാശം സഗുണം എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. അത് ശബ്ദഗുണത്തോടു കൂടിയതാകുന്നു. ശബ്ദം മാത്രാതീതമായ ശുദ്ധ ബ്രഹ്മത്തിൽ ലയിക്കുമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അതാണ് നാദബ്രഹ്മം എന്ന് പറയുന്നത്. ശബ്ദം മാത്രാതീതവും ശുദ്ധ ബ്രഹ്മത്തിൽ ലയിക്കുമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ശബ്ദം നിഷ്കള ബ്രഹ്മത്തിൽ ലയിക്കുന്നതോടെ ആകാശവും നിഷ്കള ബ്രഹ്മത്തിൽ ലയിക്കുന്നു. അതോടെ ആകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ജീവനും ശുദ്ധ ബ്രഹ്മമായി തീരുന്നതാണ് എന്നതാണ് സത്യം. അപ്പോൾ
ആകാശത്തിൻ്റെ ഗുണമാകുന്ന ശബ്ദം നാദബ്രഹ്മമാണ്. ആ ശബ്ദം നാലാമത്തെ മാത്രയിൽ ബ്രഹ്മത്തിലാണ് മൗനമായിട്ട് പോയി ലയിക്കുന്നത്. ഒരു മണിനാദം തന്നെ കേട്ടാൽ നാലാമത്തെ മാത്ര എന്ന് പറയുന്നത് അത് പ്രകൃതിയിൽ പോയി ലയിക്കുകയാണ്. എവിടെ നിന്ന് പുറപ്പെട്ടോ അങ്ങോട്ട് പോയിട്ട് ലയിക്കുക. ഇതേപോലെ ജീവനും ആ നാദബ്രഹ്മം പോലെയാണെന്നാണ് പറയുന്നത്. അതായത് എവിടെ നിന്ന് പുറപ്പെട്ടോ അത് അതിലേക്ക് തന്നെ പോയി ചേരുന്നു. അപ്പോൾ അതുകൊണ്ട് ശബ്ദം മാത്രാതീതമായ ശുദ്ധ ബ്രഹ്മത്തിൽ ലയിക്കുമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ശബ്ദം നിഷ്കള ബ്രഹ്മത്തിൽ ലയിക്കുന്നതോടെ ആകാശവും നിഷ്കള ബ്രഹ്മത്തിൽ ലയിക്കും. അപ്പോൾ ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം. ആ ശബ്ദത്തിലാണ് ഈ സൃഷ്ടി തന്നെ ആരംഭിക്കുന്നത്. അതായത് നാദബ്രഹ്മത്തിൽ നിന്ന്, പ്രണവമന്ത്രത്തിൽ നിന്നാണ്, ആ ബ്രഹ്മനാദധ്വനിയിൽ നിന്നാണ് ആകാശം പോലും പ്രകടമായത്. അപ്പം അവിടെ സൃഷ്ടി ആരംഭിച്ചാൽ ശബ്ദബ്രഹ്മത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ് ആകാശം പ്രത്യക്ഷ സഗുണ ഭാവത്തിൽ പ്രകടമായത് എന്നർത്ഥം. അപ്പോൾ തിരിച്ചും ഈ ആകാശം പോലും നാദബ്രഹ്മത്തിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഈ നാദബ്രഹ്മത്തിലാണ് ശരിക്കും ആകാശം എപ്രകാരം ലയിക്കുന്നു, ആകാശത്തിലുള്ളത് മുഴുവൻ അതിലും ജയിക്കും. അപ്പം ആകാശത്തിലേക്ക് അദൃശ്യമായിരിക്കുന്ന ജീവൻ അതാത് തത്വങ്ങളിലേക്ക് ശരീരം പോയി ചേർന്നാലും ജീവൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ആദ്യം ലയിക്കുന്നത് എവിടെയാ? ആകാശത്തിൽ. ആകാശത്തിൻ്റെ ഗുണത്തിലേക്ക് ആ ജീവൻ ആകാശം അടക്കം പോയി ജയിക്കും അതിൻ്റെ ഗുണത്തിലേക്ക്. ആ നാദബ്രഹ്മം പോയിട്ട് ചേരുന്നതും ബ്രഹ്മത്തിലേക്കാണ്. അപ്പം അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മമായി തീരും. എന്തൊക്കെ പ്രവേശിക്കുന്നു അതൊക്കെ ബ്രഹ്മമായി തീരും. അതാണ് ഇവിടെ. അതോടെ ആകാശത്തിൽ അടങ്ങിയിരിക്കുന്ന സകലതും അഥവാ ജീവനും ശുദ്ധ ബ്രഹ്മമായി തീരുന്നതാണ്. അവിടെ ബ്രഹ്മാത്മാ ഐക്യം സംഭവിക്കും. ജീവാത്മാ ബ്രഹ്മം ആയിട്ട് ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ട് ഭാവം ഇല്ലല്ലോ, ഒന്നായിട്ട് നിൽക്കുന്നു എന്നർത്ഥം. പിന്നെ ദന്തോഷു താല് ജിഹ്വാനാം ആസ്പദം എത്ര ദൃശ്യതേ അക്ഷരത്വം കുതസ്തേഷാം ക്ഷരത്വം വർത്തതേ സദാ. അപ്പം അർജുനൻ വീണ്ടും ചോദിക്കുന്നു, മരിക്കുന്നതും നശിക്കുന്നതുമായിരിക്കുന്ന ദേഹത്തിലെ അവയവങ്ങളാണ് പല്ല്, ചുണ്ട്, തൊണ്ട, നാക്ക് ഇവയെ ആശ്രയിച്ച് നിൽക്കുന്നവയാണ്. അക്ഷരങ്ങളും അവയാൽ രൂപപ്പെടുന്ന പ്രണവാദികളായിരിക്കുന്ന മന്ത്രങ്ങളും ജപം ആരംഭിക്കുവാൻ തുടങ്ങുമ്പോൾ അവ ജനിക്കുകയും ജപിച്ചു തീരുമ്പോൾ മരിക്കുകയും ചെയ്യുന്നു. അപ്രകാരമുള്ള മന്ത്രങ്ങൾ എങ്ങനെയാണ് നാശരഹിതമായ ബ്രഹ്മത്തിൻ്റെ പ്രതിരൂപമായി നിലകൊള്ളുന്നത്? അപ്പോൾ ശബ്ദബ്രഹ്മത്തിലേക്ക് അതെല്ലാം പോയി ലയിക്കുന്നത് എന്ന് പറഞ്ഞത് ആ ശബ്ദവും പോയിട്ട് ലയിക്കുന്നത് ബ്രഹ്മത്തിലാണ്. അപ്പോൾ പിന്നെ അർജുനൻ ചോദിക്കുകയാണ്, നമ്മുടെ ശരീരം നശിക്കുമ്പോൾ, അതായത് മരിക്കുമ്പോൾ നശിക്കുന്നതായിരിക്കുന്ന ദേഹത്തിലെ അവയവങ്ങളായിരിക്കുന്ന എല്ല്, പല്ല്, ചുണ്ട്, തൊണ്ട, നാക്ക് ഇവയെല്ലാം ആകാശത്തിൽ ലയിക്കുന്നവയാണ് എന്ന് പറഞ്ഞു. അതേപോലെ അക്ഷരങ്ങളും അവയാൽ രൂപപ്പെടുന്ന പ്രണവാദികളായിരിക്കുന്ന മന്ത്രങ്ങളും അഥവാ ജപം ആരംഭിക്കുമ്പോൾ തുടങ്ങുമ്പോൾ അവ ജനിക്കുകയും സൃഷ്ടിക്കപ്പെടുകയും ജപിച്ചു തീരുമ്പോൾ അത് പ്രകൃതിയിലേക്ക് ലയിച്ചു ചേർന്ന് മരിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു. അപ്രകാരമുള്ള മന്ത്രങ്ങൾ എങ്ങനെയാണ് നാശരഹിതമായിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ പ്രതിരൂപങ്ങളായിട്ട് നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞു തന്നാലും എന്ന് പറയുകയാണ്. അപ്പോൾ ഭഗവാൻ പറയാണ്, അഘോഷം അവ്യഞ്ജനം അസുരം ചാപ്യതാലു കണ്ടോഷ്ടമാനസികം അനാസികം ച അരേഖജാതം പരമൂഷ്മവർജിതം തദക്ഷരം ന ക്ഷരതേ കഥഞ്ചിൽ. അക്ഷരം എന്ന് പറഞ്ഞാൽ തന്നെ നശിക്കാത്തതെന്ന് അർത്ഥം. ഭഗവാൻ അതുകൊണ്ട് പറഞ്ഞു, പുറത്തു കേൾക്കത്തക്ക ശബ്ദം ഇല്ലാത്തതും സ്വരവ്യഞ്ജനരഹിതവുമായിരിക്കുന്നു യഥാർത്ഥ നാദം. നാദബ്രഹ്മത്തിന് പ്രത്യേകിച്ച് അക്ഷരമോ അത് ശബ്ദം മാത്രമേ ഉള്ളൂ. ശബ്ദം വളരെ നാലാമത്തെ മാത്ര, ശബ്ദം പ്രണവമന്ത്രത്തിൻ്റെ തന്നെ നാലാമത്തെ മാത്രയിൽ മൗനമാണ് എന്നർത്ഥം. അതുകൊണ്ട് പുറത്ത് കേൾക്കത്തക്ക ശബ്ദം പുറത്തു വരില്ല. അതാണ് അജപാജപത്തിൻ്റെയൊക്കെ പ്രത്യേകത. സ്വരവ്യഞ്ജന രഹിതവുമായിരിക്കുന്നു, അതായത് സ്വരങ്ങളോ വ്യഞ്ജനങ്ങളോ ഒന്നും ഉണ്ടാകില്ല. അതാണ് യഥാർത്ഥ നാദം എന്ന് പറയുന്നത്. അത് തന്നെയാകുന്നു യഥാർത്ഥ മന്ത്രവും. അത് ആരുടെയും ജപം കൂടാതെ ഉണ്ടാകുന്നതും കണ്ഠം, താലു, ഓഷ്ട, നാസികകളോടെ ഒന്നും ആശ്രയമില്ലാത്തതുമാണ് ആ നാദബ്രഹ്മം.
ഉപാസകൻ ഇന്ദ്രിയാശ്രയം ഇല്ലാതെ ശംഖനാദ സമാനം ശ്രവിക്കുമ്പോൾ മറ്റാർക്കും ശ്രവിക്കുവാൻ കഴിയുന്നതുമല്ല. ആർക്കും അതിനെ രേഖപ്പെടുത്തുവാനും സാധ്യമല്ല. ഊഷ്മാവില്ലാത്തതും അനർഗളവുമായിരിക്കുന്ന ആത്മാനാദ പ്രവാഹം അനാദിയാകുന്നു. സാക്ഷാൽ ബ്രഹ്മസംഭൂതമായിരിക്കുന്ന നാദബ്രഹ്മം നാശമില്ലാത്ത ബ്രഹ്മത്തിൽ തന്നെ അടങ്ങി നാശരഹിതമായിട്ട് സ്ഥിതി ചെയ്യും. അതായത് പുറത്ത് കേൾക്കാൻ പാകത്തിലുള്ള ശബ്ദം ഈ നാദബ്രഹ്മത്തിന് ഒരിക്കലും ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. നമ്മൾ പുറത്ത് കേൾക്കുന്ന വൈഖരി ഭാവത്തിൽ ഉച്ചരിക്കുന്ന മന്ത്രങ്ങളോ ശബ്ദങ്ങളോ ഒന്നും യഥാർത്ഥ നാദമല്ല. എന്തുണ്ടായിട്ട് നശിക്കുന്നോ അതൊക്കെ യഥാർത്ഥ നാദമല്ല. നശിക്കാതെ നിൽക്കുന്നത് എന്താണോ അതാണ് ഈശ്വരൻ്റെ സ്ഥൂലരൂപം എന്നർത്ഥം. അത് തന്നെയാണ് യഥാർത്ഥ മന്ത്രവും. അപ്പോൾ പ്രണവമന്ത്രമാണ് നശിക്കാതെ നിൽക്കുന്നത്. അത് ആ നാദധ്വനി എന്ന് പറയുന്നത് പ്രത്യേക അക്ഷരങ്ങളോ വ്യഞ്ജനങ്ങളോ സ്വരങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ അത് പ്രകടമാണ്. അത് ശംഖനാദം കേൾക്കുന്നത് പോലെ എന്നാണ്. ശംഖനാദ സമാനം. ശംഖനാദം കേട്ട് കഴിഞ്ഞാൽ അതിന് പ്രത്യേക അക്ഷരമോ സ്വരവ്യഞ്ജനങ്ങളോ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതല്ല. അത് ആരുടെയും ജപം കൂടാതെ ഉണ്ടാകുന്നതാണ്. നമ്മുടെ അന്തർഗതമായിട്ട് തന്നെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഖണ്ഡ താലു ഓഷ്ട നാസിക എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളുടെ ഒന്നും ആശ്രയമില്ലാതെ നാദബ്രഹ്മ ഉപാസകൻ ഇന്ദ്രിയ ആശ്രയമില്ലാതെ ശംഖനാദം കേൾക്കുന്നത് പോലെ സ്വയം ശ്രവിക്കും. മറ്റാർക്കും അത് കേൾക്കുവാനും സാധ്യമല്ല. ആർക്കും അതിനെ രേഖപ്പെടുത്തുവാനും സാധ്യമല്ല. എന്നാൽ അതുകൊണ്ട് ഊഷ്മാവില്ലാത്തതും അനർഗളവുമായ ആത്മനാദ പ്രവാഹം അനാദിയാകുന്നു. സാക്ഷാൽ ബ്രഹ്മസംഭൂതമായിരിക്കുന്ന നാദബ്രഹ്മം നാശമില്ലാത്ത ബ്രഹ്മത്തിൽ തന്നെ അടങ്ങി നാശരഹിതമായി സ്ഥിതി ചെയ്യുകയും ചെയ്യും. അപ്പം ആദ്യം പ്രകടമായത് നാദബ്രഹ്മമാണ്. അതാണ് പ്രണവമന്ത്രമായിട്ട് ശംഖനാദം കേൾക്കുന്ന പോലെ ആണ് ആ നാദം കേട്ടത് എന്നർത്ഥം. അപ്പം നമ്മൾ ഈ പറയുന്ന പ്രാണായാമം ഇടപിങ്കളയിലൂടെ സഞ്ചരിക്കുന്ന ആ ഇടത്തും വലത്തുകൂടെ സഞ്ചരിക്കുന്ന സാധാരണ പ്രാണൻ, അത് യോഗ ഇല്ലെങ്കിൽ ഈ പ്രാണായാമ വ്യവസ്ഥിതിയിൽ ഒരു ഘട്ടം കടന്നു കഴിഞ്ഞാൽ ഈ ഇടത്തിലും വലത്തൂടെ സഞ്ചരിക്കുന്ന പിങ്കളയിലൂടെ സഞ്ചരിക്കുന്ന വായു സുഷുമ്നാനാഡിയിലൂടെ തന്നെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ നാദബ്രഹ്മം സ്വയം കേൾക്കാൻ തുടങ്ങുക. അത് ആണ് ആദ്യമൊക്കെ നമ്മൾ ചെവി അടച്ചു പിടിച്ചാൽ തന്നെ ചീവീടിൻ്റെ ശബ്ദമായിരിക്കും കേൾക്കുക. പിന്നെ അത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്താലാണ് പിന്നെ നമ്മൾ പുറത്തൊന്നും കേൾക്കാത്ത ശബ്ദം അകത്തുനിന്ന് കേൾക്കാൻ തുടങ്ങും. അത് ശംഖനാദം പോലെ ഒരു മൂളക്കമായിരിക്കും ആദ്യം കേൾക്കുക, വണ്ട് മൂളുന്ന പോലെയൊക്കെ, ഭ്രമരി എന്നൊക്കെ പറയും. അപ്പം അത് ആണ് ശരിക്കും നാദബ്രഹ്മം. അത് മറ്റാൾക്കും കേൾപ്പിച്ചു കൊടുക്കാനും സാധ്യമല്ല. അതിനെ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യാനും സാധ്യമല്ല. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. ബാക്കിയെല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്യാം. വോയിസിൻ്റെ ഇല്ലെങ്കിൽ ആ ഭാവരാഗ താളങ്ങളൊക്കെ രേഖപ്പെടുത്താനുള്ള ഇന്നത്തെ പുതിയ സിസ്റ്റമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഉള്ളിൽ കേൾക്കുന്ന ബ്രഹ്മനാദം റെക്കോർഡ് ചെയ്യാനും സാധിക്കില്ല എന്നാണ് പറയുന്നത്. മറ്റാർക്കും അത് കേൾക്കാൻ കഴിയുന്നതല്ല, ആർക്കും അതിനെ രേഖപ്പെടുത്തുവാനും സാധ്യമല്ല. അതിനെ പ്രത്യേകിച്ച് അത് നമ്മൾ പുറത്തേക്ക് ശബ്ദം വരുമ്പോൾ അതിനൊരു വായുവിനോടൊപ്പം ഒരു ചൂടും കൂടെ വരും. ചെറിയ സൂക്ഷ്മതലത്തിൽ ഒരു ഊഷ്മാവിൻ്റെ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിന് തന്നെ പുറത്തേക്ക് വരുന്ന ശ്വാസത്തിന് ഒരു ചൂടുണ്ട്. അകത്തേക്ക് പോകുന്നത് തണുപ്പായിരിക്കും, പുറത്തേക്ക് വരുന്നത് ലേശം ഒരു ചൂടുണ്ടാവും. അത് ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് തന്നെ പുറത്തറിയാൻ സാധിക്കും ആ ഹീറ്റ്. പക്ഷേ ഈ നമ്മൾ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് മന്ത്രം ജപിക്കുമ്പം ഈ ശ്വാസം പുറത്തേക്ക് വരുമ്പം ആ മന്ത്രം ജപിക്കുമ്പോൾ ശബ്ദത്തിന് ഒരു ചൂടുണ്ടാവുന്നർത്ഥം. പക്ഷേ ഈ നാദബ്രഹ്മത്തിന് ആ ചൂടും ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതൊക്കെയാണ് വ്യത്യാസം. അതിൻ്റെ ഗുണവും ദോഷവും നമ്മൾ ആ നിർഗുണഭാവത്തെ തിരിച്ചറിയണമെന്നർത്ഥം. ഊഷ്മാവില്ലാത്തതാണ്, അനർഗളമാണ് എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു രുക്കൗട്ടും ഇല്ലാതെ, ഒരു തടസ്സവും ഇല്ലാതെ, പ്രതിബന്ധങ്ങളില്ലാതെ അത് കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തുടർന്ന് കേൾക്കും. അതാണ് ആത്മനാദപ്രവാഹം അനാദിയാകുന്നത്. അത് പണ്ടേ ഉള്ള നാദമാണ്. ഈ സൃഷ്ടി തുടങ്ങുമ്പോൾ അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം ചലനാത്മകമാകുമ്പോൾ കേൾക്കാൻ തുടങ്ങിയ നാദം
ഇത് തിരിച്ച് പൂർണ്ണമായിട്ട് ബ്രഹ്മത്തിലേക്ക് കൽപ്പാന്തകാലം കഴിഞ്ഞ് ലയിക്കുന്നവരെ അത് സ്ഥിരനിഷ്ഠമായിട്ട് അനർഗളമായിട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് കേൾക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ആ ഒരു ലെവലിൽ എത്തിയ ആത്മാക്കൾക്ക് മാത്രമേ, ഇല്ലെങ്കിൽ ജീവന്മാർക്ക് മാത്രമേ അത് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അത് ആത്മനാദ പ്രവാഹം അനാദിയാണ്, പണ്ടേ ഉണ്ടെന്നർത്ഥം. സാക്ഷാൽ ബ്രഹ്മസംഭൂതമായിരിക്കുന്ന നാദബ്രഹ്മം നാശമില്ലാത്ത ബ്രഹ്മത്തിൽ തന്നെ അടങ്ങി നാശരഹിതമായിട്ട് സ്ഥിതി ചെയ്യും. അതാണ് അചഞ്ചലമായ സൃഷ്ടി. കൽപ്പാന്തകാലം ആരംഭിക്കുമ്പോൾ എപ്രകാരം സൂര്യൻ പ്രത്യക്ഷമായോ ഈ നാദബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് സൂര്യനും ബ്രഹ്മാവും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പം ആ കൽപ്പാന്തകാലം കഴിയുന്ന പോലെ ബ്രഹ്മാവിന് പകലാണ്. പകലെന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ ഉദിക്കുന്ന ആ നിമിഷമാണ്. സൂര്യൻ ഉദിച്ചാൽ കൽപ്പാന്തകാലം കഴിയുന്നവരെ അത് നിലനിൽക്കും. അത് തിരിച്ച് ലയിച്ചാലും ആ ഈ സൃഷ്ടിയുടെ വ്യവഹാരമൊക്കെ കഴിഞ്ഞിട്ട് ചെന്ന് ലയിക്കുന്നതും ഈ നാദബ്രഹ്മത്തിൽ തന്നെ. അതാണ് നാശരഹിതമായിട്ട് അടങ്ങി സ്ഥിതി ചെയ്യുക. അചഞ്ചലമായ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതിന് ശബ്ദവും ഉണ്ടാവില്ല. പുറത്തുനിന്ന് നോക്കിയാൽ യാതൊരു ശബ്ദമോ ഗുണമോ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് ഇവിടെ നിഷ്കള ബ്രഹ്മം, ഇല്ലേ നിർഗുണം ബ്രഹ്മം എന്നൊക്കെ പറയുമ്പോൾ. പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ സൃഷ്ടിയുടെ അവസാനത്തിൽ എന്നാ ഈ ആത്മാനാദപ്രവാഹം എന്ന് പറയുന്നത് അനാദി പണ്ടേ ഉള്ളതാണ്. ഇത് ഒരിക്കലും അവസാനമില്ലാതെ തുടർന്നും സംഭവിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്നാണ് സൃഷ്ടി ആരംഭിക്കുന്നതും തിരിച്ച് അതിലേക്കൊക്കെ ലയിക്കുന്നതും ഈ നാദം ബ്രഹ്മത്തിൽ തന്നെയാണെന്നാണ്. അതാണ് ബ്രഹ്മവാചകമാണ്, ബ്രഹ്മത്തിൻ്റെ നാദമാണ് ഈ പ്രണവധ്വനി, ഓം എന്ന ശബ്ദം. അതിനെ പ്രത്യേകിച്ച് അത് നമ്മൾ ജപിക്കുമ്പോൾ തന്നെ അതിൽ ഈ 3 അക്ഷരം ഉണ്ടെന്നൊക്കെ അത് പദം പിരിച്ച് പറയുമ്പോഴേ ആ ഊ മാ ഉണ്ടെന്ന് പറയുള്ളൂ. ഇല്ലെങ്കിൽ നാദബ്രഹ്മം ഓം എന്നുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതിന് പ്രത്യേകം സ്വരവ്യഞ്ജനങ്ങളൊക്കെ ഒന്നും ഉണ്ടെന്നോ അക്ഷരം ഉണ്ടെന്നോ ഒന്നും തോന്നില്ലല്ലോ. ആ ശബ്ദത്തിനാണ് പ്രാധാന്യം. ഈ നമ്മൾ പുറമേ ജപിക്കുന്ന പ്രണവ മന്ത്രത്തിൻ്റെ ധ്വനി നമ്മുടെ ഉള്ളിൽ നിന്ന് കേൾക്കാൻ തുടങ്ങും. അതാണ് നമ്മുടെ സുഷുമ്നയിലൂടെ പ്രാണൻ ചലിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ശബ്ദം ശരിക്കും ക്ലിയറായിട്ട് കേൾക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പം അർജുനും വീണ്ടും സംശയം. ഈ അധ്യായത്തിൻ്റെ അവസാനം ഓരോ പ്രാവശ്യവും അർജുനൻ ചോദിക്കുന്നുണ്ട്. കാരണം എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ വിഷമമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് സംശയങ്ങൾ ഉണ്ടാകുന്നത്. ജിജ്ഞാസു ആയതുകൊണ്ടാണല്ലോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ജ്ഞാത്വാ സർവഗതം ബ്രഹ്മ, അർജുന വാച ജ്ഞാത്വാ സർവഗതം ബ്രഹ്മ സർവഭൂതാദിവാസിതം ഇന്ദ്രിയാണാം നിരോധേന കഥം സിദ്ധ്യന്തി യോഗിന. അർജുനൻ വീണ്ടും ഭഗവാനോട് ചോദിച്ചു, സർവവ്യാപിയായിരിക്കുന്ന ബ്രഹ്മ സർവഭൂതങ്ങളിലും സർവാംഗ വ്യാപിയായിട്ട് അധിവസിക്കുന്നതാണല്ലോ. അപ്പോൾ അത് സർവേന്ദ്രിയങ്ങളിലും അധിവസിക്കുന്നുണ്ടെന്നും പറഞ്ഞു. അപ്രകാരമുള്ള ആ ബ്രഹ്മത്തെ നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയുന്നുമില്ല. ഇന്ദ്രിയ നിരോധനം വഴി യോഗികൾ അതിനെ എപ്രകാരമാണ് അറിയുന്നത്? അതാണ് അർജുൻ്റെ ചോദ്യം. ഈ നാദബ്രഹ്മത്തെ മറ്റാർക്കും കേൾക്കാൻ സാധ്യമല്ല, അത് രേഖപ്പെടുത്താൻ സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ചോദിക്കുന്നത്, അവരവർക്ക് തന്നെ കേൾക്കാമെന്നും പറഞ്ഞു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബ്രഹ്മം സർവഭൂതങ്ങളിലും സർവാംഗവ്യാപിയായിട്ട് അധിവസിക്കുന്നു എന്നും പറഞ്ഞല്ലോ. അപ്പോൾ അത് സർവേന്ദ്രിയങ്ങളിലും അധിവസിക്കുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് നമുക്ക് ഈ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും എന്തെങ്കിലും പറയുമ്പോഴും ഒക്കെ ശബ്ദത്തെ ഉപയോഗിക്കാനും അത് കേൾക്കാനും ഒക്കെ സാധിക്കുന്നത്. അതിൻ്റെ സ്ഥൂലരൂപത്തിൽ അറിയുന്നതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ സ്ഥൂലരൂപം അല്ല ബ്രഹ്മനാദത്തിന് പ്രകടമാകുന്നത്. അത് അവരവർക്ക് കേൾക്കാനേ സാധിക്കുള്ളൂ. സ്ഥൂലരൂപമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കും, അത് മറ്റുള്ളവർക്കും കേൾക്കാൻ സാധിക്കും. പക്ഷേ ഉള്ളിൽ മാത്രം അനുവർത്തിക്കുന്നതാണെങ്കിൽ അത് അപ്രകാരമുള്ള ആ ബ്രഹ്മത്തെ നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയുന്നുമില്ല. ഇന്ദ്രിയ നിരോധനം വഴി യോഗികൾ അതിനെ അപ്രകാരമാണ് അറിയുന്നത്. സാധാരണക്കാർക്ക് ഈ നാദം കേൾക്കില്ല, അതറിയാൻ സാധിക്കില്ല. എന്നാൽ അത്രമാത്രം ഈ ക്രിയായോഗം ചെയ്ത് അതിൽ ഒരു ലെവലിലെത്തുമ്പോൾ മാത്രമേ ഈ നാദബ്രഹ്മം കേൾക്കാൻ സാധിക്കൂ. നമ്മൾ ചെവി അടയ്ക്കാതെ തന്നെ നമുക്കിപ്പോൾ ചീവീടിൻ്റെ ശബ്ദം കേൾക്കില്ല. നമ്മൾ ചെവി അടച്ചു പിടിച്ചാലാണ് ആദ്യം നാദം കേൾക്കുന്നത്. ഈ ചീവീടിൻ്റെ ശബ്ദമായിരിക്കും ആദ്യം. നമ്മളൊരു കാട്ടിൽ, അതായത് പെരുങ്കാട്ടിൽ പോയെന്ന് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ശബ്ദകോലാഹലങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശബ്ദമായിരിക്കും ചീവീടിൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. രാത്രികാലങ്ങളിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കേൾക്കാം. അത് ഇന്നത്തെ സിറ്റികളിലൊന്നും കേൾക്കാൻ കുറച്ച് കഷ്ടമാണ്. സാധാരണ നാട്ടിൻപുറത്തൊക്കെ കേൾക്കാൻ സാധിക്കും.
ഈ നാദമാണ് നമ്മുടെ ഉള്ളിൽ തന്നെ കേൾക്കുന്നത്. നമ്മൾ ചെവിയും കൂടെ അടച്ചു വെച്ചിട്ടാണ് അത് കേൾക്കുക. അതാണ് അതിൻ്റെ രഹസ്യം. പുറത്തുനിന്ന് കേൾക്കാൻ സാധ്യമല്ല എന്ന് പോകാൻ പറഞ്ഞു, അതിനെ രേഖപ്പെടുത്താൻ സാധ്യമല്ല. നമ്മുടെ ഉള്ളിൽ ആ നാദബ്രഹ്മത്തെ നമ്മൾ കേൾക്കാൻ രണ്ട് ചെവി അടച്ചു പിടിച്ചാൽ ധ്യാനത്തിലിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആദ്യം കേൾക്കുന്ന ശബ്ദം ആദ്യം ഒന്നും കേൾക്കാതിരിക്കാൻ ചിലപ്പം ഒരു മൂളക്കം മാത്രം കേൾക്കാം, സാധാരണ കടലിരുമ്പുന്ന പോലെയൊക്കെ തോന്നും. പിന്നെ അത് കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നാൽ ചീവീടിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങും. ആ ചീവീടിൻ്റെ ശബ്ദവും പോയിട്ട് പിന്നെ പ്രണവമന്ത്രത്തിൻ്റെ ധ്വനി കേൾക്കാൻ തുടങ്ങണമെങ്കിൽ പിങ്ങളെ കൂടെ സഞ്ചരിക്കുന്ന ഇടത്തും വലത്തൂടെ മൂക്കിലൂടെ സഞ്ചരിക്കുന്ന വായു സുഷുമ്നാ നാഡിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ നാദബ്രഹ്മം കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അത് യോഗികൾക്ക് എപ്രകാരമാണ് അത് അറിയാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത്. സാധാരണക്കാർക്ക് അറിയില്ല. അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ സാധ്യമല്ല എന്ന് അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പൊ പിന്നെ എങ്ങനെ ഇത് കേൾക്കാൻ സാധിക്കുക? എന്താ ഇന്ദ്രിയ നിരോധനം വഴി യോഗികൾ അതിനെ എപ്രകാരമാണ് അറിയുന്നത് എന്ന് പറഞ്ഞു തരാനാണ് അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെടുന്നത് എന്നർത്ഥം. അപ്പം ഇവിടെ നമ്മൾ തന്നെ കുറേ നേരം, ഇല്ലെങ്കിൽ ഒരു 24 മണിക്കൂറൊക്കെ നമ്മൾ സാധാരണ ശബ്ദം തന്നെ ശ്രദ്ധിച്ചു നോക്കുക. ഈ ഈശ്വരന്മാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. ഈ നാദബ്രഹ്മത്തിൽ തന്നെ നമ്മുടെ പേര് തന്നെ നമുക്ക് ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടാവും നമുക്ക് വീട്ടിൽ. ഒന്ന് നമ്മുടെ റെക്കോർഡിലൊക്കെ ഉള്ളൊരു പേരും വിളിപ്പേരായിട്ട് വീട്ടിൽ വിളിക്കുന്ന പേരും. ഈ രണ്ട് പേരും നമ്മൾ ആരെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വിളിച്ചാൽ നമ്മുടെ ഭാവം എന്തായിരിക്കും? ഒരു ദിവസം തന്നെ ഒരു 5-6 പ്രാവശ്യം ആരെങ്കിലും നമ്മുടെ പേര് വെറുതെ വിളിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? നമുക്ക് ദേഷ്യം വരും. എന്തിനാ വെറുതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കണേന്ന് ചോദിക്കും, അല്ലേ? നമ്മളും ഭൗതികമായിട്ട് ചിന്തയിലും ഇല്ലെങ്കിൽ ഈശ്വരൻ്റെ ഭാവവും നമ്മൾ സഹസ്രനാമമൊക്കെ ജപിക്കുമ്പോൾ ഭഗവാന്റെ നാമം എത്ര 1000 നാമങ്ങളാ ഒരേ ട്രിപ്പിൽ ഒരേ സമയത്ത് പലരിന്നും ജപിക്കുക. ഭഗവാൻ എന്തിനാ എൻ്റെ ഈ നാമം ഇത്രയധികം ജപിക്കണേന്ന് നമ്മളോട് ചോദിക്കാറുണ്ടോ? ഇതാണ് ശബ്ദബ്രഹ്മത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. സ്വനം മഹാസ്വനം എന്ന് പറഞ്ഞാൽ ആ ശ്രേഷ്ഠമായ ശബ്ദത്തിൻ്റെ ഉടമ, നാദബ്രഹ്മത്തിൻ്റെ ഉടമ ബ്രഹ്മത്തെ തന്നെയാണ് ഇവിടെ ശബ്ദം നാദബ്രഹ്മമായിട്ട് കണക്കാക്കുക. അപ്പം നമ്മൾ ഒരു ദിവസം തന്നെ 1000-4000 പ്രാവശ്യമോ എത്ര പ്രാവശ്യം സഹസ്രനാമം ജപിച്ചാലും ഭഗവാൻ അത് കേട്ടുകൊണ്ടിരിക്കുമല്ലോ. ഒരു പ്രതികരണവുമില്ല. നമ്മളെ ഇതുപോലെ നമ്മുടെ ഒരു പേരേ ഉള്ളെങ്കിൽ തന്നെ അതാരെങ്കിലും പല പ്രാവശ്യം വിളിച്ചാൽ, ഞാനിപ്പോൾ നിങ്ങളെ തന്നെ പല പ്രാവശ്യം ഫോണിലൂടെ വിളിച്ചാൽ എന്തിനാ എങ്ങനെ ശല്യം ചെയ്യണമെന്നുള്ളൊരു ഭാവം നമുക്കുണ്ടാവില്ലേ? നമ്മൾ ഇപ്പോൾ തിരിച്ച് വിളിച്ചാൽ തന്നെ, ഇപ്പോൾ ഒരാൾ കോള് വിളിച്ചു, ആ സമയത്ത് ഞാൻ തിരക്കിലാണെങ്കിൽ ആ കോള് കണ്ടിട്ട് തിരിച്ച് വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്തേ വിളിച്ചതെന്ന് ചോദിക്കുക, അല്ലേ? ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവുള്ളൂ. തിരിച്ച് വിളിക്കുമ്പോഴും എന്താ ചോദിക്കുക? എന്തേ വിളിച്ചതെന്ന് ചോദിക്കും. ഈ ശബ്ദബ്രഹ്മം നമ്മൾ ഉപയോഗിക്കുമ്പം നമ്മുടെ നിലയും അല്ലെ ഭൗതിക തലത്തിലും ഇതാണ്. ഇന്ദ്രിയങ്ങളെ നിരോധിച്ചില്ലെങ്കിൽ നമുക്കിതൊന്നും ക്ഷമയോടെ ഒരു ശബ്ദവും കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ നാദബ്രഹ്മം കേൾക്കാൻ സാധിക്കുമോ? അതിന് ക്ഷമയുണ്ടാവും? പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദം നമ്മുടെ പേര് തന്നെ പല പ്രാവശ്യം ആവർത്തിച്ച് ഒരാൾ വിളിച്ചാൽ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഇതാണ് ഭൗതികതയും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസം. അതേസമയം നമ്മൾ എത്രയെത്ര പ്രാവശ്യം അക്ഷരലക്ഷം നാമം ഭഗവാന്റെ വിളിച്ചാലും ഏത് ഇഷ്ടദേവത വിളിച്ചാലും എന്തിനാ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കണേ, ഇത്രയധികം റിപ്പീറ്റ് ചെയ്ത് വിളിക്കണേ എന്ന് ഭഗവാന്മാരെ അല്ലെങ്കിൽ ഈശ്വരന്മാർ ചോദിക്കാറുണ്ടോ? ഈ ശബ്ദമൊക്കെ ഇവിടുന്ന് വന്നത് ഈ വിവിധ നാമങ്ങളാൽ അറിയപ്പെടുന്നത് ഏകമായിരിക്കുന്ന നൈവസ കിം കം എന്നൊക്കെ ഓരോ അക്ഷരങ്ങളും ഭഗവാന്റെ നാമത്തിൽ നമ്മൾ പ്രകീർത്തിക്കുന്നുണ്ട്. അക്ഷരങ്ങളിൽ അകാരം ഞാനാകുന്നു എന്ന് പറയുന്നുണ്ട്. ആ കൂട്ടിയിട്ട് എന്ത് പറഞ്ഞാലും അതിലൊക്കെ ഈശ്വരൻ്റെ ശബ്ദമാണ്. നശിക്കാത്ത ശബ്ദത്തിൻ്റെ പ്രതീകാത്മകമാണ് ആ അക്ഷരം, ആ എന്ന അക്ഷരം. അക്ഷരങ്ങളിൽ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞു, അകാരം ഞാനാകുന്നു എന്ന് പറഞ്ഞു. ഇപ്പം ഓങ്കാരം തന്നെ ശരിക്കും അക്ഷരം പിരിച്ചാൽ അകാരം ഉകാരം മകാരാണ്.
പക്ഷെ ആ നാദം കേൾക്കുമ്പോൾ ഇതിൽ അക്ഷരം തിരിക്കാൻ പറ്റില്ല. അതാണ് ബ്രഹ്മനാദത്തിന്റെ പ്രത്യേകത. അപ്പം ഈ സ്ഥൂല ശബ്ദം ഭഗവാന്റെ പ്രത്യക്ഷത്തിൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും വലിയ ശബ്ദം തരംഗമാണ് ഈ മന്ത്രങ്ങളെ കൊണ്ട്. അത് നാമമന്ത്രങ്ങൾ. ആ മന്ത്രം എത്ര പ്രാവശ്യം എത്ര പേര് കോടിക്കണക്കിന് ആൾക്കാർ ഭക്തജനങ്ങൾ ഇരുന്ന് ജപിച്ചാലും ഭഗവാനെ സംബന്ധിച്ച് ഇറിറ്റേഷൻ ഉണ്ടാക്കില്ല. നമ്മുടെ പേര് തന്നെ വ്യത്യസ്ത നാമങ്ങളിൽ ആരും അറിയപ്പെടുന്ന, ഒന്നല്ലേ രണ്ട് പേര് കൂടുതലൊന്നും ആരും അറിയപ്പെടുന്നില്ല. ഇനി അറിഞ്ഞാൽ തന്നെ ആ നാമങ്ങൾ തന്നെ റിപ്പീറ്റായിട്ട് ഭൗതിക തലത്തിൽ നമ്മുടെ കൂടെയുള്ളവർ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ തന്നെ റിപ്പീറ്റായിട്ട് ജപിച്ചാൽ അത് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. എന്തിനാ ഇങ്ങനെ വിളിക്കണേ എന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ ഈശ്വരൻ എത്ര ക്ഷമയോടായിരിക്കണേന്ന് വിചാരിച്ചോണം. അത് തന്നെ എത്ര പ്രാവശ്യം അത് നമ്മൾ മൗനഭാഷയിലിരുന്ന് ജപിക്കണം. ആ ഒരു മനനത്തിലേക്ക് എത്തിക്കണം. ആദ്യം ഉറക്ക ജപിക്കുക, ഉച്ചരുതി എന്ന് പറയുന്ന ഭാവത്തിൽ ജപിക്കാം. പിന്നെ ഉപാംശു സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ ജപിക്കുക. പിന്നെ സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ, അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ, പുറത്തേക്ക് വൈഖരി ഭാവത്തിൽ ശബ്ദം വാക്കുകളൊന്നും വരാതെ ഉള്ളിൻ്റെ ഉള്ളിൽ അജപാജപത്തിൽ ജപിക്കണം. അതാണ് മനനം ചെയ്യുക എന്ന് പറയുന്നത്. ഇവിടെയാണ് ശരിക്കും അന്തർയാമിയായിരിക്കുന്ന നാദബ്രഹ്മം ഉണരുക. ആ ഒരു സ്ഥിതിയിലേക്ക് എത്തണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സുഷുമ്നയിലൂടെ പ്രാണൻ ചലിക്കാൻ തുടങ്ങുമ്പോഴേ നമുക്ക് അജപാജപം തന്നെ സാധ്യമുള്ളൂ. അപ്പോഴാണ് നമ്മൾ ചെവി അടച്ചാലും അടച്ചില്ലെങ്കിലും, അടച്ച് പിടിച്ചാൽ തന്നെ ആദ്യമൊക്കെ അടയ്ക്കണം. അടച്ചാലാണ് നമുക്ക് ഈ ഭ്രമരീ ശബ്ദവും, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു മൂളക്കം മാത്രവും പ്രണവമന്ത്രത്തെ ശംഖുനാദം പോലെ ഒരു നാദവും, നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ ശംഖു വിളിക്കുന്ന പോലെയുള്ള നാദം നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ പ്രതീകാത്മകമായിട്ടാണ് ഭഗവാൻ ശംഖു പിടിച്ചുകൊണ്ടിരിക്കണേ. പാഞ്ചജന്യം എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെയുള്ള പ്രാണന്റെ ശക്തികളെ ഉണർത്താനുള്ള ശക്തി ഈ ബ്രഹ്മനാദത്തിന് ഉണ്ട്, അതിനേ ഉള്ളൂ. അതാണ് പ്രണവമന്ത്രം തന്നെ ജപിക്കുമ്പം അതിൻ്റെ വൈബ്രേഷനാണ് ശരിക്കും നമ്മുടെ ബ്രെയിനിൽ ചലനങ്ങൾ ഉണ്ടാക്കുക. അത് പോയി ലയിക്കണം. അത് യഥാർത്ഥത്തിൽ അവരവർക്ക് അറിയാൻ സാധ്യമാണ്. അതിന് നമുക്ക് വോയിസ് റെക്കോർഡിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവരവർക്ക് തന്നെ ഉള്ളിൽ തെളിഞ്ഞ് കേൾക്കണം. അത് എങ്ങനെയാണ് സാധാരണക്കാർക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. നമുക്ക് ഈ സ്ഥൂല ശബ്ദ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ സാധിക്കും. ആ സ്ഥൂല ശബ്ദമേ ഉള്ളൂ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ജപിക്കുന്ന ഒരവസ്ഥയിൽ ബ്രഹ്മനാദം കേൾക്കാൻ തുടങ്ങും. ആ കേൾക്കുന്നത് ഇന്ദ്രിയ നിരോധനം കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്ന് അർജുനന് തന്നെ അറിയാം. ആ യോഗികളിൽ എപ്രകാരമാണത് കേൾക്കുന്നത് എന്നാണ് ചോദ്യം. അതേപ്പറ്റി ഭഗവാൻ അടുത്ത ഭാഗത്തിലാണ് ഇനി പറയുന്ന 4 ശ്ലോകത്തോടെ ഈ അധ്യായം സമർപ്പിക്കപ്പെടുകയും ചെയ്യും. ഇത് സമർപ്പിച്ചാലും 54-ാമത്തെ ചില പുസ്തകങ്ങളിലൊക്കെ അത് നമ്പർ തെറ്റുകൊണ്ടോ ഇല്ലെങ്കിൽ ഈ എന്താ പറഞ്ഞ 8 അക്ഷരം വീതമുള്ള ഒരു ലൈനാണെങ്കിൽ 4 ലൈൻ ചേരുമ്പോഴാണ് ഒരു ശ്ലോകമായിട്ട് കണക്കാക്കുക. അനുഷ്ടുപ്പ്, തൃഷ്ടുപ്പ്, ഇങ്ങനെ 2 തരത്തിലാണ് ഈ ശ്ലോകങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതിൽ 8 അക്ഷരം വീതം ആണ് ഒരു പാദം വരിക. അങ്ങനെ 4 പാദം ചേർന്നാലാണ് ശ്ലോകം. എന്തായാലും എനിക്ക് കിട്ടിയിരിക്കുന്ന പുസ്തകത്തിൽ തന്നെ ആ നമ്പറിങ്ങിൽ തെറ്റ് വന്നിട്ടുണ്ട്. 4 ശ്ലോകങ്ങൾ എക്സ്ട്രാ ആയിട്ടാണ് ഇതിൽ കാണുന്ന. 58 ശ്ലോകങ്ങളുണ്ട്. പക്ഷേ ശരിക്കും സംസ്കൃത ശ്ലോകം ഡൗൺലോഡ് ചെയ്തെടുത്തപ്പം അതിൽ 54 ശ്ലോകങ്ങളേ ഉള്ളൂ. അത് ആണ് ഞാനും 1-ാമത്തെ അധ്യായമായിട്ടും എടുത്തിട്ടുള്ളൂ എന്നർത്ഥം. അപ്പോൾ 54 ശ്ലോകം തന്നെ പറയുമ്പം ഈ വ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്ന ശ്ലോകങ്ങളൊക്കെ അതിൽ തന്നെ ഉൾപ്പെടുന്നുണ്ടെന്നർത്ഥം. അപ്പം അടുത്ത ദിവസത്തെ ക്ലാസ്സോടുകൂടി ഈ അധ്യായം സമർപ്പിച്ചാലും പിന്നെ ഗീതയുമായിട്ട് ഒരു കമ്പയർ സ്റ്റഡിയും കൂടെ നടത്തിക്കൊണ്ട് ഈ അധ്യായം സമർപ്പിക്കപ്പെടുകയുള്ളൂ. അപ്പം ഇതിൽ ശരിക്കും ഈ നാദബ്രഹ്മം ആണ് നമ്മുടെ ഈ ക്രിയായോഗം ചെയ്താൽ നാദബ്രഹ്മം കേൾക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ബ്രഹ്മനാദം കേൾക്കാൻ തുടങ്ങും. അത് സുഷുമ്നാ നാഡിയിലൂടെ നമ്മുടെ പ്രാണൻ ചലിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഇത് കേൾക്കാൻ സാധിക്കൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയ ശക്തികളും ബാക്കിയെല്ലാം തന്നെ ഈ നാദബ്രഹ്മത്തിൽ ലയിക്കുന്ന, ഈ ദേഹബോധം പൂർണ്ണമായിട്ട് വിട്ടിട്ട് ധ്യാനത്തിലിരിക്കുമ്പോൾ മാത്രമേ ഇത് കേൾക്കാൻ സാധിക്കൂ. അപ്പോൾ അത് ഒരു പ്രത്യേക യോഗ അവസ്ഥയാണ്.
ആ ബോധതലത്തിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഈ നാദബ്രഹ്മത്തിൻ്റെ ധ്വനിയും നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഭാഗം 5 ശ്ലോകങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം. അർജുനോ വാച ബ്രഹ്മാണ്ഡ വ്യാപിതം വ്യോമ വ്യോംനാം ച വേഷ്ടിതം ജഗൽ അന്തർബ്രഹിശ്ച തദ്വ്യോമ കഥം ദേവോ നിരഞ്ജന. ശ്രീ ഭഗവാനുവാച ആകാശേഹ്യ ആകാശശ്ച ആകാശം വ്യാപിതം ച യൽ ആകാശസ്യ ഗുണശബ്ദോ നിശബ്ദം ബ്രഹ്മചോച്യത്തെ. ദന്തോഷ്ടതാലുജിഹ്വാനാം ആസ്പദം യത്ര ദൃശ്യത്തെ അക്ഷരത്വം കുതസ്തേഷാം ശരത്വം വർത്തത്തെ സദാ. ആഘോഷവ്യഞ്ജനമസ്വരം ചാപ്യ താലുകണ്ഠോഷ്ട മനാസികം ച അരേകജാതം പരമൂഷ്മവർജിതം തദക്ഷരം ന ക്ഷരതേ കഥഞ്ചിൽ. അർജുനോ വാച ജ്ഞാത്വാ സർവഗതം ബ്രഹ്മ സർവഭൂതാദിവാസിതം ഇന്ദ്രിയാണാം നിരോധേന കഥം സിദ്ധ്യന്തി യോഗിന. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം നായേന മാർഗേണ മഹിം മഹീശാ ഗോ ബ്രാഹ്മണേഭ്യ സുഖോത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.